വിക്രമിന് മുത്തു പോലെ, ബോബിന് മോളി പോലെ, ലാലുവിന് കുട്ടേട്ടനെ പോലെ എന്നും എൻ്റെ സ്വന്തം സഹചാരിയായിട്ടുള്ള സാന്ദ്രപ്പിയാണ് ഇന്നും എൻ്റെ കൂടെ പുറത്തിറങ്ങാൻ എത്തിയിരിക്കുന്നത്. ഈ സുസുവിന് ഒരു ഓണക്കോടി വാങ്ങിയതിന് ശേഷം ഞങ്ങൾ എത്തിയത് എന്നുള്ളിലെ നാഗവല്ലി ഉണർത്തുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. എന്തോരം കളിപ്പാട്ടങ്ങൾ അവിടെ ഉള്ളത്. പ്രായം കൊണ്ട് ഞാൻ തള്ളവൈബ് എത്തിയെങ്കിലും മനസ്സുകൊണ്ട് ഞാനൊരു കുഞ്ഞു പൈതലാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചു. എൻ്റെ അക്കൗണ്ട് ബാലൻസ് എന്നെ നോക്കി ചിരിച്ചത് കൊണ്ട് മാത്രം എല്ലാം ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് ഈ വിഷമൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ചായയും കട്ട്ലറ്റും കൂടി, കോഫിയാണ് കുടിച്ചത്, കോഫിയും കട്ട്ലറ്റും കുടിക്കാം. അപ്പോൾ എൻ്റെ വിഷമം എല്ലാം മാറി. പിന്നെ കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി. കാരണവന്മാരായിട്ട് കുറച്ച് ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പറ്റില്ല, വലിയ തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടോണിച്ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ പോയി. ടോണിച്ചേട്ടന് സാധാരണ ഗിഫ്റ്റൊന്നും അധികം കൊടുക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങളുടെ ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പം പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി. ഒരു ബുദ്ധ ഫോളോവർ ആയതുകൊണ്ട് ഞങ്ങളൊരു ലാഫിംഗ് ബുദ്ധയാണ് സമ്മാനിച്ചത്. അപ്പം ഞങ്ങളുടെ